നമ്മൾ അധികം ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും മരിക്കുന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ മരണം ധർമ്മത്തിന് വേണ്ടി ആയിക്കൂടെ എന്നുള്ളതാണ്. കാശ്മീരത്തിൽ എന്താ പറ്റിയത്? അവിടുത്തെ പണ്ഡിറ്റ് ഉറച്ചു നിന്നില്ല. അവരെ ഭീഷണിപ്പെടുത്തുമ്പോ ഓടി ഡൽഹിയിലേക്കൊക്കെ വന്നു. നമ്മൾ ഓടി ഓടി എവിടേക്ക് പോകും? നമുക്ക് ഓടാൻ, ലോകത്തോടാൻ നമുക്ക് ഒറ്റ സ്ഥലമേ ഉള്ളൂ. അത് നമ്മുടെ പൂർവികന്മാർ മരിച്ചു മണ്ണടിഞ്ഞ് കിടക്കുന്ന നമ്മുടെ ഈ ഭാരത ഭൂമി മാത്രമാണ് നമുക്ക് ഓടാനുള്ളത്. ബാക്കിയുള്ള ഓടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമുക്കില്ല. എടാ ചുമ്മാ അന്തരീക്ഷത്തിലേക്ക് നോക്കി പെണ്ണാച്ചിത്തരം പോലമ്പിക്കൊണ്ട് നിൽക്കാണ്ട് ചങ്കുറപ്പുണ്ടെങ്കിൽ എല്ലുറപ്പുണ്ടെങ്കിൽ നിന്നേക്ക് ആമ്പിള്ളേര് ഉണ്ടാക്കി വിട്ടതാണെങ്കിൽ നീയൊക്കെ ഒന്ന് പറയണം. നിന്നേക്ക് ആരെ ഇവിടുന്ന് ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നതെന്ന്. ഇവിടുത്തെ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ ദളിതരാണോ എന്ന് നീയൊക്കെ ഒന്ന് ആണത്തത്തോടെ പറയണം. അല്ലാതെ മേപ്പോട്ട് നോക്കി ഉറപ്പില്ലാത്ത ശിഖണ്ഡിത്തരം വിളിച്ചു പറഞ്ഞാൽ കല്ലിനേറ് കിട്ടും. എടാ വർഗീയത പറഞ്ഞാൽ പോലും കൈ ചൂണ്ടി പറയാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ പെണ്ണാച്ചിത്തരത്തിന് നിൽക്കുന്നേ? ഇതുപോലുള്ള പടുകളവൻ വർഗീയ വിഷ ജന്തുക്കളെല്ലാം കുറഞ്ഞതൊരു 2 വിസ്പറെങ്കിലും ഇട്ടുകൊണ്ട് നടക്കണം. യഥാർത്ഥ രാജ്യസ്നേഹികള് സായിപ്പന്മാരായി ഇന്ന് നല്ല കുത്തുകൊണ്ട് ജീവിച്ചപ്പോ നീയൊക്കെ കാലിനക്കി ജീവിച്ചു. ആ നീയൊക്കെയാണ് ഇപ്പൊ കാശ്മീരി പണ്ഡിറ്റുകളുടെ നക്കാൻ പോണേ. അന്ന് ഇങ്ങോട്ടൊന്നില്ലാതെ ഓടി രക്ഷപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളെ എന്തുകൊണ്ട് BJP RSS സംരക്ഷിച്ചില്ല? കാശ്മീരി പണ്ഡിറ്റുകളെ സംരക്ഷിച്ചതിന്റെ ഭാഗമായി എത്ര BJP RSSകാരെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ടെന്ന് നീയൊക്കെ ഒന്ന് പറയണം. അന്ന് അവരൊന്നും സംരക്ഷിക്കാതെ ഇന്ന് മതവിദ്വേഷം ഉണ്ടാക്കുന്ന കാരണം വർഗീയ കലാപങ്ങളും ലഹളകളും ഉണ്ടാക്കാൻ വേണ്ടിയാണ്.